മുത്തമണീസ് ഉണക്കമാന്തൽ കറി വയ്ക്കട്ടോ. നമുക്ക് മാന്തൽ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെക്കും, ഉപ്പ് കുറയാൻ വേണ്ടി. വീട്ടിലുണ്ടാക്കിയ മാന്തലായതുകൊണ്ട് ഞാൻ അധികം ഉപ്പില്ല, എന്നാലും ഉപ്പ് പോയിക്കോട്ടെ എന്ന് കരുതിയാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി, അപ്പോൾ ആ ഉപ്പൊക്കെ പോയിക്കോളൂ കേട്ടോ. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചെടുത്തതിന് ശേഷം സവോളയും ഇഞ്ചിയുടെ ചെറിയ കഷ്ണവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അരപ്പ് റെഡിയാക്കാം. തക്കാളി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമ്മളുടെ ആ ഒരു ചട്ടിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് കഴുകി വെച്ച മാന്തൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാന്തൽ ഇട്ടതിന് ശേഷം ഒരു 8 മിനിറ്റ് നമ്മൾ ചെറിയ തീരിട്ടൊന്ന് വേവിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഒരു ഭംഗിക്കും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അട്ടിപ്പൊള്ളി ഉണക്കമീൻ കറി റെഡി ആയിട്ട് ഇതൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.